ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ്. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും വികസനത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒളിച്ചോടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബജറ്റ്. ഒരുപാട് മേഖലകൾ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷകൾക്കൊത്ത് ബജറ്റ് ഉയർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും സജീവമായി നിൽക്കുന്ന മണിക്കൂറാണ്. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. മലബാർ മേഖല വലിയ പ്രതീക്ഷയിലായിരുന്നു. ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഇന്നത്തെ ബജറ്റ് അത് മലബാർ മേഖലയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ? ദീപക്. റിജിത്ത്, പ്രധാനമായി പശ്ചാത്തല സൗകര്യ വികസനം ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് തന്നെയാണ് നേരത്തെ നമ്മൾ ബജറ്റ് പ്രതീക്ഷകളിൽ 24 പങ്കുവെച്ചതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റാണ് യഥാർത്ഥത്തിൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം. മലബാറിൻ്റെ ബജറ്റ് വിഹിതം എടുത്തു നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ടൂറിസം മേഖലയ്ക്ക് തന്നെയാണ് പുതിയ പദ്ധതികൾക്ക് ഉള്ളത്. അതായത് പ്രത്യേകിച്ച് ഈ ബേപ്പൂർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ ടൂറിസം ഹബ്ബുകൾക്ക്, ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് വേണ്ടിയുള്ള 50 കോടി അനുവദിച്ചിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങൾക്കും അതിൻ്റെ വിഹിതം വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ടൂറിസം നിക്ഷേപമായി മാറുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് മെട്രോ പദ്ധതിയുടെ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പശ്ചാത്തല വികസനത്തിൽ ഇപ്പോൾ ചക്കിട്ടപ്പാറ കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷൻ സ്കീം അതിന് 7 കോടി അനുവദിച്ചിരിക്കുന്നു. ഇതുപോലെ ഈ ബജറ്റിൻ്റെ ഉൾനാടൻ ഗതാഗതത്തിന് കൂടുതൽ ധനവിനിയോഗത്തിന് വേണ്ടിയുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ വലിയ തുക വകയിരുത്തിയിട്ടില്ല. ചെറിയ തുക വകയിരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബജറ്റ് ഹെഡിൽ അത് വരുമ്പോൾ പിന്നീട് AS നൽകി അടുത്ത ബജറ്റിലൊക്കെ ഉൾപ്പെടുത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത്തരമൊരു ക്രമീകരണം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിന് 6 കോടി അനുവദിച്ചിരിക്കുന്നു. ഇത് മറ്റ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെരുവണ്ണാമുഴി സഫാരി പാർക്ക് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ പദ്ധതിയും ബജറ്റിൽ പറഞ്ഞിരിക്കുന്നു, പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ് വികസനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നും അകലെ മാറി നിൽക്കുന്ന കാസർഗോഡേക്ക് എയർ സ്ട്രിപ്പ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 75 കോടി വീതം കാസർഗോഡ്, വയനാട് പാക്കേജുകൾക്കും അനുവദിച്ചിരിക്കുന്നു. റിജിത്ത്, അങ്ങനെ നോക്കുമ്പോൾ മലബാറിന് പരിഗണന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ കോഴിക്കോടിൻ്റെ ഒരു പ്രധാന ആവശ്യം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അത് മാവൂർ ഗോളിയോർ റയോൺസിൻ്റെ സ്ഥലം തിരിച്ചു പിടിക്കുകയും അവിടെ എന്തെങ്കിലും ഒരു പദ്ധതി, ഫിലിം സിറ്റി പോലുള്ള പദ്ധതി കൊണ്ടുവരണം എന്ന ആവശ്യത്തെ ഈ ബജറ്റ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.